ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ? ചൂടൊക്കെ ഭയങ്കര ചൂടാണല്ലേ. കാരണം റംസാൻ മാസം കഴിഞ്ഞ മാസമൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് മഴയൊക്കെ കിട്ടി, കുറച്ച് തണുപ്പൊക്കെ കിട്ടി. പക്ഷേ ഈ മാസം അതിന് വേണ്ടി പെരും ചൂടാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. എന്തെങ്കിലും ഉണ്ടാകും പറയാനുള്ളത്? അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ മാളിവിടെ തിരക്കിട്ട പണിയിലാണ്. നമുക്ക് നോമ്പുറക്കാനുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ ഉണ്ട്, എന്തൊക്കെയാണ് നമ്മളുടെ അടുക്കളയിൽ പോയി നോക്കാം. ഭയങ്കര തിരക്കിട്ട പണിയാണ്. എന്ത് സംഭവം എന്ന് വെച്ചാൽ ആൾക്ക് വേറെ ആരും സഹായിക്കാനില്ല, ഞങ്ങളൊക്കെ തന്നെ സഹായിക്കാനുള്ളൂ. ഓളൊറ്റൊന്നും അല്ലേ ഉള്ളൂ, വേറെ പെൺകുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ഇവരൊക്കെ പെണ്ണെട്ടി കൊണ്ടുവരണം. ഇല്ല അല്ല, ഇപ്പൊ വേണ്ട, പെണ്ണെട്ടി കൊണ്ടുവരുമ്പോഴേ ഞാൻ പറഞ്ഞേ ഇല്ല. അപ്പൊ സഹായത്തിന് ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞത്. അടിയാവൂല? എങ്ങനെ അടി? അപ്പൊ ഞാനും കണ്ട എന്ത് സ്നേഹത്തിലാ കഴിയുന്ന നോക്കാം. അപ്പളേ ഇന്ന് സ്പെഷ്യൽ ഐറ്റാണ്. എമ്മ എന്താ ഉണ്ടാക്കണ നമ്മളവിടെ അടുക്കളയിൽ പോയി നോക്കാം. അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിച്ച് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്ന പറയും. ഓക്കെ. പൊന്നുവിന്റെ പാട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാ. അല്ലേ മോനുണ്ടാ? ഈ ബാതിലിങ്ങണ്ടേ ആ തുറക്കൂല. അപ്പൊ മാള അവിടെ നിന്ന് തുറന്നാണ്. അസ്സലാമു അലൈക്കും. ആ ക്ഷീണിച്ചിക്കുന്ന ആള് ഞാനേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറഞ്ഞ നമ്മളെ വീഡിയോ കാണുന്നവരോട് മാള് ഒറ്റക്കുള്ളൂ പണിയൊക്കെ എടുക്കാൻ കഷ്ടം. ഇവരൊക്കെ പെണ്ണ് കെട്ടിയിട്ട് വേണം പണിയൊക്കെ എടുക്കാനുള്ളത്. പൊന്നു പറയണേ ഞാൻ ഒരിക്കലും പെണ്ണ് കെട്ടൂല. ഞാൻ എന്താ കാരണം എന്ന് വെച്ച് അത് ശരിയാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും എന്ത് സ്നേഹത്തിലേക്ക് അതിന് എന്താ കുഴപ്പമുള്ള വെച്ച് ആന്ന് അതിനോട് പറയണേ ഇമ്മക്ക് ഒരു കളി ഡ്രസ്സ് എടുക്കാൻ ഞാൻ മണിക്കൂറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇരിക്കാൻ എന്നെ പിടിച്ചു പറ്റൂലാന്ന്. അപ്പൊ ഇന്നത്തെ ഐറ്റംസ് എന്തൊക്കെയാ മാളോ? ഇന്ന് ഇറച്ചിയും പോളിയും, ഇറച്ചിയില്ല പെട്ടിറച്ചിയും പോളിയും, പിന്നെ ഒരു ലക്ഷം പൊരിക്കടി ലേശം ഉണ്ടാക്കണം. എന്ത് ഐറ്റം പൊരിക്കടിയാ? കട്ട്ലറ്റ് ഉണ്ടാക്കണം. അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഇറച്ചിയും പൊടിയൊക്കെ ആകുമ്പോൾ ഒരു പൊരിക്കടിയിൽ നല്ലതാണ് അല്ലേ? മറ്റുള്ളതിന്റെ മാതിരല്ല. അല്ല മക്കള് കൊറേ പറച്ചിലെന്ന് വെച്ചാൽ നിങ്ങള് കഴിഞ്ഞ നോമ്പല്ല അതിന് മുമ്പത്തെ നോമ്പിന് സ്ഥിരം ഉണ്ടാക്കിയത് ഇടക്കിടക്ക് ഓരോ ഐറ്റം പൊരിക്കടികൾ അല്ല സ്ഥിരം ഉണ്ടാക്കിയല്ലോ. സ്ഥിരം ഉണ്ടാക്കി പല മോഡലും ഉണ്ടാക്കിയത്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കാത്തത് വേസ്റ്റ് കൊണ്ടുപോകണം. അത്താഴത്തേക്ക് ആ കുപ്പിച്ചില്ലല്ലോ. അപ്പൊ അതിനുള്ള ഇത് പൊരിക്കടിക്കുള്ള 2 ഉള്ളി ഉള്ളു. ഉള്ളി ഇനി കൊണ്ടുവരണ ഞാൻ കൊണ്ടുവരാലോ, അല്ലെങ്കിൽ കുട്ടിമോൻ കൊണ്ടുവരാൻ ഇവിടെ ഉണ്ടല്ലോ. ആ വേറെന്താ ഉള്ളില്ല എന്താ വേണ്ടേ? മല്ലിയില വാങ്ങിക്കണേ മതി. മതിയാ? വേറൊന്നുമില്ല. എന്നാ കുട്ടിമോനോട് കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. ഉള്ളി ഭയങ്കര പവറുള്ള അല്ലേ? പച്ചമുളക് ഉള്ളിയൊക്കെ വെട്ടി വെച്ചില്ലേ? അപ്പൊ കുട്ടിമോന് കടയ്ക്ക് വെക്കണ 1-2 സാധനം കുറവുണ്ട് വാങ്ങാൻ വേണ്ടി കേട്ടാ. ഇതിക്ക് മതി, തോന ആവശ്യമില്ലല്ലോ. ആ ഇത് പോലെ ഈ 2 പീസ് ആവശ്യമുള്ളൂ. പൂളവിടെ റെഡിയാക്കി വെച്ചിരിക്കണ കപ്പ റെഡിയാക്കി വെച്ചിരിക്കണേ. വെട്ടിയരച്ച് ഇത് അടുപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ചട്ടി വെച്ച് എണ്ണ വെച്ച് ഉള്ളി പച്ചമുളക് വേറെ എന്തിട്ടത്? ഉള്ളിയും പച്ചമുളക് വാട്ടിക്കൊണ്ടിരിക്കണേ. സമയം എടുക്കൂലേ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതാണ് നല്ലത്. ഞാൻ പേസ്റ്റ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞാണ് ഇട്ടത്. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളോട് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ പൊരിക്കടി പറഞ്ഞാൽ ഇതാ ദുനിയാവിൽ ഇതൊക്കെ അറിയാത്തൊരു സാധനമാവും എല്ലാവർക്കും അല്ലേ? അതെ. ഉണ്ടാവില്ലല്ലോ. അതായത് നമ്മള് 2025-2026 പൊരിക്കടിന്റെ യുഗമാണ്. അതെ. ചിക്കല്ല. അപ്പൊ ഞാൻ ചെയ്ത് ബീഫാണ് കൊണ്ടുവന്നത്. ബീഫിന്റെ കഷ്ണാട് വേവിച്ച് ബീഫ് കട്ട്ലേറ്റ് ആണല്ലേ? മാഷാ അല്ലാഹ്. ചിക്കനില്ലല്ലോ അപ്പൊ ബീഫാക്കി. ഞാൻ നിങ്ങൾ ചിക്കൻ കൊടുത്തിട്ടുണ്ടാവും. ഈ കുട്ടി എന്നോട് പറഞ്ഞിട്ടില്ല ഇത് ഉണ്ടാക്കണതേ. ചിക്കൻ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാകണം നല്ലതാണ്. നമുക്ക് തോന്നുമ്പോ ഉണ്ടാക്കാലോ. അത് ഈ ഫ്രിഡ്ജൊക്കെ ഇടയ്ക്ക് ഓഫായാലും അതും ഇതും അത് കുഴപ്പമില്ല. ഞാൻ കുറച്ച് ചെസ്റ്റ് കൊടുന്നിച്ചോണ്ട് ട്ടാ. ഓക്കെ, ഐ വിൽ മാനേജ്. കൊടുന്ന ദിവസം തോന്നുക.
ചിക്കൻ അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇന്നെ ഉണ്ടാക്കാൻ തോന്നുള്ളൂ. ഞാതാ കൊണ്ടക്കാത്ത സാധനം തീരഞ്ചിട്ടേ ഉരുളങ്കിട്ട് പൂവിന് മുടി എന്നും കൂടെയാണ്. ഇന്ന് 220. ആ ഇതിന് ചെറിയ കഷ്ണം മതി. ചിക്കൻ നായിക്കൂടെ മണ്ടിയാ മതിയല്ലോ. വേണ്ട, ഇതെന്നെ കണ്ടമാനം സാധനം ഉണ്ടാക്കാറുണ്ട്. പിന്നെ മാത്രല്ല ബീഫ് കുറയില്ലപ്പോ ഇടണ കേട്ടിട്ടാ ഇതുണ്ടാവൂല കൊറേ. ഇനി ഗ്രം അടിക്കലും പൊരിക്കലും തോനെ വേണ്ടിട്ടാണ്. ഓരോരുത്തർക്ക് 2 പീസ് അതേ ഉണ്ടായതാ. അതെന്നാണ് തിന്നുകാണ്ട് പിന്നെ മറ്റുള്ളൊന്നും തിന്നൂല. അപ്പൊ കുറച്ച് ഗരം മസാല ഇട്ട് അത് പെപ്പറല്ല കുറച്ച് ഗരം മസാല ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് പൊന്നിയൊന്നും പച്ചമുളക് ഉണ്ടായിരുന്നുണ്ട്. പിന്നെ വേണ്ട മഞ്ഞപ്പൊടി ഉണ്ടോ? പിന്നെ പുളിക്കൽ എന്തെങ്കിലും കവറിൽ ഫുള്ളുണ്ടെങ്കിലും അത് കഴിഞ്ഞില്ല നമ്മളായിക്കിട്ട് അതിന് പാകത്തിന് ഉപ്പിട്ടുണ്ട് കേട്ടോ. ബീഫ് വേവിക്കുമ്പോഴേ ഇട്ടേക്കണേ ഞാന്. അപ്പൊ കുറച്ചുകൂടി ഇട്ടിട്ടുള്ളൂ ബാക്കിയില്ലേ. പിന്നെ ഞാന് ഇപ്പൊ അടുത്ത ഇതൊന്നും കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടില്ല. എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ സംഭവിക്കണം കേട്ടോ. പുറത്തൊന്നും ഇതന്നെയാണ്. എന്നാലും ഒരു എന്തൊക്കെയോ ഒരു തപ്പിപ്പോയണ്ടേ. പുറത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാരും ഉണ്ടാക്കണ ഇങ്ങനെ കാണും. ഞാന് പെരിയില് കുഞ്ഞുണ്ടാക്കണൊക്കെ ഇങ്ങനെ കാണും. പക്ഷെ ഞാൻ പുറത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് ഞാൻ ഒന്നാൾ ഉണ്ടാക്കി ഞാൻ അങ്ങനെയാണ് പറയാൻ പറ്റുക. പക്ഷെ സംഭവം തന്നെയാണ്. ഇതിലെന്തെങ്കിലും മാറ്റം എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറയുന്നില്ല. കട്ട്ലറ്റ് ഇങ്ങനെ തന്നെ അല്ലേന്ന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അത് അഭിപ്രായങ്ങളുള്ളവർ കമന്റ് ചെയ്യുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇട്ടാ അല്ലേ. അപ്പൊ ഇതിനുള്ള ബെറ്റർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നേരെ അതിനുള്ള മുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ട്. കോയമുട്ട വേറെന്താ നമുക്കില്ലേ നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇട്ടിക്കാണ്ട് ഒരു ലേശം വെള്ളം കൂട്ടിയിട്ട് അടിച്ചെടുക്കാം. അതെ, കുറച്ചും കൂടി സാധനം ക്വാണ്ടിറ്റി ഉണ്ടാവും അല്ലേ. കോഴിമുട്ട ലാഭിക്കാം. കുറച്ച് കോൺഫ്ലവർ, ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ടാ മിക്സിയിൽ കറക്കണേ കറക്കിക്കോ. അങ്ങനെ പറയേ ബെറ്റർ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിട്ട്. അതെ, എന്ത് സംഭവം അറിയോ? ആദ്യം അതില് വെള്ളത്തിൽ കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് നേരിട്ടിട്ട് അപ്പൊ പൊട്ടപ്പണി ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ എല്ലാം അറിയാം. അപ്പൊ ഉണ്ടാക്കൽ സ്റ്റാർട്ട് ചെയ്തിരിക്കണല്ലേ. ഇതാണ് ഇപ്പൊ കട്ട്ലേറ്റിന്റെ അച്ചില്ലേ. ഏതൊരു കുപ്പിനെ മൂടി എടുത്താട്ടാ എണ്ണ ആക്കണോടെ വേണ്ടല്ലോ. അപ്പൊ നിങ്ങള് കണ്ടില്ലേ നമുക്ക് കട്ട്ലേറ്റ് 2 കൊല്ലം കട്ട്ലേറ്റ് ഉണ്ടാക്കിട്ട്. അതെ, ഇടക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കണേ അല്ലേ. നല്ലതേന്നില്ലേ. അപ്പൊ അച്ഛ എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്തിട്ടാ. പെട്ടെന്ന് ഇവിടെ കണ്ടുപിടിച്ച അച്ഛാണത്. കണ്ടുപിടിച്ചല്ല, അങ്ങനെ തന്നെ എല്ലാരും ചെയ്യല്. ഇങ്ങനെ തന്നെ ഇല്ല. ഞാനേ പണ്ട് കൊറേ ഉണ്ടാക്കിട്ട് 2 കൊല്ലായി. അത് ഉണ്ടാക്കുമ്പോ ഞാൻ കയ്യിലിട്ട് നല്ല ഷേപ്പാക്കി. ഈ ഐഡിയ ഒന്നും എനിക്ക് അറിയില്ല. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ചെയ്യണുണ്ട് കാണ്ട് പഠിച്ചതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂല. ശരിക്കും ഫലാഫിലും ഇതൊക്കെ ഒരേ അച്ചാട്ടാ. അതെ, കട്ട്ലേറ്റിനൊക്കെ ഫലാഫിൽ ഉണ്ടാക്കാണ്ട് നമ്മൾ അറബിക്കിന്റെ ഒരു ഫലാഫില്. ഇവിടെ കുബൂസിന്റെ നിറച്ചിങ്ങാണ്ട് ആൾക്കാരെ പറ്റിക്കണ അതല്ല. വേറെ ഇതേ സ്റ്റൈലിൽ ഫലാഫിലുണ്ട്. അപ്പൊ അതിനും ഇതിനൊക്കെ ഒരു അച്ചാണ് ഗൾഫിലൊക്കെ ഉപയോഗിക്കല്. എങ്ങനെയുണ്ട്? കട്ട്ലേറ്റ്. അപ്പോ ഈ വർഷം ആദ്യമായിട്ടാണ് തോന്നുന്നത് പൊരിക്കടി ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നോ? മോമോസ് ഉണ്ടാക്കി ഒരു പ്രാവശ്യം. 2ാം പ്രാവശ്യമാണ് ഈ റംസാനില് പൊരിക്കടി ഉണ്ടാക്കാൻ നമ്മള് മടിയാണ്. അതെ, ഇപ്പൊ അതൊക്കെ മടിയായി. എന്താ അറിയില്ല, മെയിനില്ല. പിന്നെ ഇവർക്കൊക്കെ തന്നെ ബുദ്ധിമുട്ട്. ഞങ്ങളൊക്കെ എപ്പോഴും പുറത്തുനിന്നൊക്കെ തിന്നണല്ലേ. കുട്ടികൾക്കും ഇപ്പൊക്കും കിട്ടൂല. അതാണ് ബുദ്ധിമുട്ടല്ലേ. അതെ, പുറത്തുനിന്ന് ഇപ്പൊ നമ്മള് സ്ഥിരം വാങ്ങിയ നമ്മള് വാങ്ങലില്ലല്ലോ. അപ്പൊ കുട്ടിമാൻ 1-2 സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. നമുക്ക് ഇവിടെ ബത്തക്ക, അതുപോലെ ചെറുനാരങ്ങ, അതുപോലെ തന്നെ ഈ കട്ട്ലേറ്റിനുള്ള ഗ്രമ്മ്,
ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. എന്നാള് സാധനം വാങ്ങാൻ പോയത് ഞാൻ ആ സാധനം മറന്നതാണ്, അല്ലെങ്കിൽ ഞാൻ നിർത്തിട്ടുണ്ടാവും. ആ കൊണ്ടുവരാൻ ദിവസത്തേക്ക് പൈനാപ്പിൾ മില പൈനാപ്പിൾ ട്രെൻഡിങ് ജ്യൂസ് ഉണ്ട്, ഉണ്ടാക്കണം. എന്ത് തന്നെ തേങ്ങ പൈനാപ്പിൾ ഇടേ കാത്തോളിയോ. ഒരു ട്രെൻഡിങ് ആയിക്കോട്ടെ 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 ടേസ്റ്റ് ഉണ്ട്. അത് ഉണ്ടാക്കാൻ നമുക്ക്. അറബികളോ ഇതിനകത്ത് തേങ്ങ അവിടെ തേങ്ങ ഇല്ല ഒരു കോക്കനട്ട് ഇന്നലെ ഒരു അറബി വിളിച്ചിരുന്നല്ലോ. ആ അറബി വീഡിയോ കാണുമോ? ഞങ്ങളവിടെ ഗൾഫിൽ നിൽക്കുമ്പോൾ ഒരു രാജേട്ടൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തില്ലേ. അപ്പൊ അദ്ദേഹം ഒന്ന് അറ്റാക്കായിട്ട് മരിച്ച്. അദ്ദേഹം നല്ല തേങ്ങാക്കറി കഴിക്കുന്നിട്ടാ ഈ സാധനം അറ്റാക്കായി മരിച്ചതിന് ശേഷം അറബിയാണ് മുഴുവൻ പറയണേ. കേരള നഫർ കുല്ലു നഫർ കോക്കനട്ട് 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 വലായൻ ഫീ മൗത്ത്. ആയിക്കോട്ടെ വെൻ ഹലൂസ്. ആ ഇന്നലെ ബാവാണ് നല്ലൊരു പറ്റികയിൽ അടിച്ച ഒരാള് അനില്. എന്തായി അതായത് കൊറേ നേരം ഞാൻ ഫോൺ എടുത്ത് അറബി ഇന്നലെ ഇപ്പൊ ബാവക്കന്നെ ഫോൺ കൊടുത്ത് ബാവേ എന്താ എന്തോ അറബിയിൽ ഞാൻ ഇപ്പൊ ബാവ കൊടുത്ത് കുഞ്ഞാപ്പോക്ക് എന്താ രാത്രി വിളിച്ചിന്ന്. ഞാൻ ലോഡിങ്ങിലേന്ന് ടിപ്പറേറ്റ് അപ്പൊ ഞാൻ എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോ തോന്നണ്ടല്ലോ. അതല്ല ഞാൻ പറഞ്ഞാൽ പിന്നെയും കൂട്ടിയില്ലേ. കുഴപ്പമില്ല, നമുക്ക് കട്ടൻ ചായക്ക് കൂട്ടാം. കട്ടൻ ചായക്കൊക്കെ ഒന്നും വെക്കൂല, മുമ്പിൽ ഇരിക്കണ നിങ്ങളൊക്കെ അല്ലേ. ഞാൻ പെട്ടിറച്ചി പൂളി ഉള്ളോണ്ട് ഇനി വന്ന് ഞാൻ വേറിപ്പോയ തീന്ന് ഒരു 4 തിന്നുള്ളൂ. പോരെ അപ്പൊ എത്ര ഉണ്ടാക്കാണ്ട് ഇതിപ്പോ ഏറെ എന്നാ ഞാൻ 4 തിന്നാല് ഇതൊരു 4 അരജും തിന്നൂല അല്ലേ. അപ്പൊ തീരാൻ തന്നെ ഉള്ളൂ. ഒരു കാര്യം ചെയ്താലൊന്ന് ആദ്യത്തെ കഴിച്ചിട്ട് പിന്നെ രണ്ടാമതാക്കിയടോ ഇറച്ചിയും പുളിയും കേട്ടോ. അങ്ങനെയാണ് അതെ. ലാസ്റ്റുള്ളല്ലേ എന്നെ പോലെ തന്നെ ഇന്നെ പോലെ ഞാനല്ലേ കട്ടി കൂടുതൽ. അപ്പൊ ഗ്രം അടിക്കാനുള്ള പരിപാടിയാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നേരെ എടുക്കും, ബട്ടറൊക്കെ വയ്ക്കും, നേരെ ഇതിക്കിടും, ഇങ്ങോട്ട് വെക്കും. ഒരു ലേശേ അപ്പൊ ഇതിലല്ലോ ആദ്യം ഇന്ത്യതാണ് ആദ്യട്ടാ പോരെ. ഓക്കെ അത് മതി. കട്ട്ലേറ്റ് നമ്മൾ ബീഫ് കട്ട്ലേറ്റ് ആണ് എന്നുള്ളത്. ബീഫ് കട്ട്ലേറ്റ് ഗ്രമ്മൊക്കെ അടിച്ച് വെക്കണേ. ഓക്കെ ഓക്കെ ഇപ്പൊ കാണിച്ചാ ഇടാ. ആ ഈ 4 കൂടെ ഉണ്ട്. ഇത് ഹോട്ടൽ പണിക്കാരൊക്കെ ചെയ്ത് പരിക്കം പണി കേട്ടാ. ഇത് ഇങ്ങനെ ഇടും ദിക്ക് എല്ലാം കൂടി ഇങ്ങനെ. ഇത് ഹോട്ടലല്ല, ഇത് ഹൗസാണ്. ഹൗസ് പൊന്നോ ഇതാ ഇപ്പൊ എന്നെ സഹായിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്തെന്നെ സഹായിക്കാനുള്ളത്? ഇത് സഹായിക്കണം തോന്നുന്നുണ്ടോ? ഇതാണ് റമ്മ്. ഇത് ഇപ്പൊ എന്നോട് പറഞ്ഞത് റമ്മാണെന്ന്. അപ്പൊ ഞാൻ റമ്മ് അപ്പൊ ഈ സാധനം എന്ത് ചെയ്യും? ഈ സാധനം നമ്മൾ എടുത്തു വെക്കണം. ഇതിലിടണ്ട, സെപ്പറേറ്റ് എടുത്ത് വെക്കണം. അപ്പൊ സ്വാദിഷ്ടമായ ബീഫ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് മക്കളെ. ഇത് സെപ്പറേറ്റ് ഇതിലേക്ക് ഒന്നിച്ചാല് എന്തെങ്കിലും ബീഫിന്റെ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെരി പ്രോബ്ലം ആവും. ഓക്കെ അപ്പൊ ഇതൊന്ന് കാണിച്ചാ അപ്പൊ എങ്ങനെ കാണണ്ട. അപ്പൊ അടിപൊളിയാക്കുന്നില്ലേ? എങ്ങനെയുണ്ട് ഈ കട്ട്ലേറ്റ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടിയും ആ സ്വാദം ഉണ്ടാക്കിയാട്ടാ. ഞാൻ അതിൽ ആളാണുള്ളൂ. അല്ല ഇത് കണ്ട കാഴ്ച ഉണ്ട് ഞങ്ങള് അല്ലേ. അപ്പൊ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇതാ ഓയിൽ വെച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ വെക്കാൻ പോകണേ. അപ്പൊ ഞാൻ അടുത്ത പരിപാടി മാളു ഇത് കട്ട് ഒരു മിനിറ്റ് മുന്നോ മാളു ഇത് ഫ്രൈ ചെയ്യുമ്പോത്തിന് ഞാൻ ഫ്രൂട്ട് കട്ട് ചെയ്യണം,
പിന്നെ ഏത് പുതിയ മോഡൽ ജ്യൂസ് ഉണ്ട് അല്ലാതെ എനിക്കറിയില്ല ഞാൻ കോക്കനട്ട് പൈനാപ്പിൾ ഒക്കെ കട്ട് ചെയ്ത് റെഡി ആക്കിക്കോളാം. പൊന്നോ ഇത് പൈനാപ്പിൾ കട്ട് ചെയ്യോ? എന്നായിക്കോട്ടെ. എന്തായി നോക്കട്ടാ ഒന്ന് പോട്ടി പോളിയാണ് GTA 5 കണ്ടാ തോന നേരം കിടക്കൂലല്ലോ ഇത്. വെന്ത സാധനല്ലേ ബീഫ് ഉപയോഗിച്ചതല്ലേ അപ്പൊ ജസ്റ്റ് ഒന്നുണ്ട് ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഇടണം, പൊട്ടിപ്പൊടി ഓവർ ചൂട് വേണ്ട. തേൾ ജാതാ ചൂടുണ്ട് ഈ ചായ. അപ്പൊ റെഡി ആയിട്ടിട്ട് നമ്മുടെ കട്ട്ലേറ്റ് അതിന് കോരിക്കോ. സൂപ്പറായിട്ട് നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ചട്ടക്കം പോരാ, കുറച്ചും കൂടി കട്ടിയില്ലാത്ത വേണം. അപ്പൊ സംഗതി റെഡി ആയിട്ടാ. അപ്പൊ ഓക്കെ എങ്ങനെയുണ്ട് നോക്കിട്ടാ ഉണ്ടോക്കെ മോളെ തീക്ക് എന്റെ പൊന്നെ. അപ്പൊ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണേ. ഇത് കണ്ടി നിങ്ങള് പെട്ടിറച്ചി ഇവിടെ കിടന്ന് തിളച്ചത് വെന്ത കോളേജിൽ ജസ്റ്റ് ഒന്നും കൂടി ഇങ്ങോട്ട് വേവാനുള്ളൂ. ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒറ്റാണ്ട്. അപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതാ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഇതാണ് ബത്തക്കാനെ മെയിൻ ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെ നമ്മളെ ഇതുണ്ട് കർമ്മത്തി, അതിപ്പോ തൽക്കാലം കട്ട് ചെയ്യണില്ല. പിന്നെ പൈനാപ്പിൾ ആയിട്ട് മാളുണ്ട് പുതിയ ജ്യൂസ് കണ്ടുപിടിച്ചിരിക്കണെന്ന് പറഞ്ഞേ. ആര് കണ്ടുപിടിച്ചാ? ഇതെല്ലാം ഞാൻ നമ്മളെ വെച്ചനെ പരീക്ഷിക്കട്ടാ. അപ്പൊ പൈനാപ്പിൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി തരാം. ആണ് അതേപോലെ കണ്ടുപിടിച്ചാനാവും അല്ലേ? അതെ, പക്ഷെ ആദ്യം കുട്ടിമാൻ കൊടുക്കാ മതിയല്ലേ ജ്യൂസ്. അപ്പൊ നോക്കാം എന്തൊക്കെ ഇടണ്ടേ അപ്പൊ നോക്കാം നമ്മള് ട്ടാ. ചട്ടക്ക ഞാൻ നോൺ സ്റ്റിക്കിന് ഉപയോഗിക്കാൻ വാങ്ങിയതാണ്. പക്ഷെ ഈ ചട്ടക്ക കുറച്ച് കട്ടി കൊടുത്തതാണ്. കോരി കിട്ടൂല, കോരിയിട്ട് കിട്ടണില്ല. അതെ, കുറച്ചും കൂടി കട്ടില്ലാത്ത വേണം. കട്ടില്ലാത്ത ചായ ഈ സ്റ്റീലിന്റെ ആണ് നല്ലത്. ഇത് കട്ടില്ലാത്തണ്ട് സംഭവം എന്താ അറിയോ, ഇതിന് അത് ഉരുകിയാണ് പരന്നാണ് സംഭവം. കട്ടായതാണ്. ഇവര് ആരോ ഇത് തീയാട്ടിയതാണ്, ഞാനല്ല. അപ്പൊ കട്ട്ലേറ്റ് എല്ലാം റെഡി കഴിഞ്ഞ് ഒരു 2-3 പീസും കൂടി ഇടാനുള്ളൂ. ഫ്രൂട്ട് കട്ട് ചെയ്ത് ഇനി ജ്യൂസ് ഉണ്ടാക്കണം. പിന്നെ ആ ജ്യൂസ് ഇപ്പൊ ഈ പുതിയ മോഡൽ കണ്ടുപിടുത്തായതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിയൂല. അപ്പൊ ഞാന് ആ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കാം. തേങ്ങ ഞാൻ പൊളിക്കാം. അതുപോലെ പൈനാപ്പിൾ ചെത്തിങ്ങാണ് ക്ലിയർ ചെയ്യാം. ഓക്കെ മോനോ? ആ അപ്പൊ ഏകദേശം കട്ട്ലേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 2 ട്രിപ്പ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം കേട്ടോ അല്ലേ? ഓക്കെ. അപ്പൊ ബീഫ് മസാല അല്ല പെട്ടിറച്ചിന്റെ മസാല റെഡി ഉണ്ട് പോളിക്കുള്ള. ഇതിലെന്തൊക്കെയാ മസാല ശരിക്കിട്ടേ? മല്ലി, മുളക്, പാകത്തിന് മഞ്ഞൾ, വേറെ വെളുത്തുള്ളി, ഇഞ്ചി ഇല്ലാന്നുള്ളൂ. കുറച്ച് ഒരു ഗ്രേവി ആയിട്ട് ഉണ്ടായാൽ നന്നാവും അല്ലേ? കഴിക്കണവർക്ക് പൂള അതിൻ്റെ അടുത്ത് മാറ്റൊന്നും വേണ്ടല്ലോ. അത് 2 കിലോനാട്ടാ. ഫുള്ള് കഴിച്ച് തീരുവോ? അപ്പോ മസാല റെഡി. പുളിക്ക് തട്ടാൻ പോകട്ടാ. നമ്മൾ ഇത് ഈ വെള്ളത്തോടെ ഒഴിക്കട്ടെ, നല്ലൊരു കിട്ടുള്ളൂ. ഡ്രൈ ആയാല് ഒരു നേക്ക് ഉണ്ടാവില്ല. പൂളന്നെ പറ്റേ നല്ല വെന്ത പൂള, നല്ല രസമുള്ള പൂളാണ്. പക്ഷെ പെട്ടെന്ന് വെന്ത് ചൂടാക്കാൻ അങ്ങനൊന്നും വേണ്ടല്ലോ. നല്ല മണല്ലേ നോമ്പ് കുറിച്ചിട്ടുണ്ടെങ്കില് ആണെങ്കിൽ പൂള ഉടച്ചു കൊടുക്കണേ ഉടച്ചു കൊടുക്കാം. ലേശം ഉടക്കണ്ടായിരുന്നു തോന്നുന്നത്. അപ്പൊ ഒരു അതിനോട് ചേരുന്നുണ്ട്. മറ്റേ കൈ എടുത്തിട്ടാ. അപ്പൊ ജസ്റ്റ് ഒന്ന് കയ്യിലോട്ടണ്ട. ഈ കയ്യിൽ പറ്റുമല്ലോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണ്ട്. അപ്പോൾ ഉടച്ചു കഴിഞ്ഞാൽ ആ ഗ്രേവിനോട് ചേർന്നിട്ടൊന്ന് മേശായി കിടക്കും. കഴിക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ മലപ്പുറത്തിൻ്റെ ഒരു സ്പെഷ്യൽ തന്നെയാണ് പെട്ടിറച്ചി പൂളി എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെ ഒരു സ്പെഷ്യൽ തന്നെയാണ്. നമ്മൾ എല്ലായിടത്തും ഉണ്ട്. എന്നാലും മലപ്പുറക്കാർക്ക് ഒരു പ്രത്യേകത, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡൊക്കെ
ഇതിനൊരിതുണ്ട്. ഇപ്പൊ നമ്മളെ കൊല്ലത്തോ പത്തനംതിട്ട പോയി ഇങ്ങോട്ട് പെട്ടിടിച്ച് കൊണ്ടുവന്ന് പറഞ്ഞാൽ അപ്പൊ കത്തി വരും ഒരു അവിടെ ഒന്നുമില്ല. അപൂർവം ഉണ്ടാവും. ഇവിടുത്തെ കിട്ടൂല. മനസ്സിലായി? ഉണ്ട്. എന്നാലും ഇപ്പൊ റെഡിയാണ്, ഓക്കെയാണ്. അത് ചിലത് വേഗത്തന്നെ ഈ പൂളന്റെ കുഴപ്പമാണ്. അപ്പൊ ഓക്കെ, ഇത് റെഡി ഉണ്ട് അല്ലേ? അപ്പൊ മാളു തേങ്ങ പൊളിച്ചല്ലേ? തേങ്ങ കൊറേ ഞാൻ കാത്തില്ല, പൊളിച്ചു തരുവൈക്കാരൻ ഞാൻ അപ്പൊ ഇതിനെ അങ്ങോട്ട് പോയി പൊളിച്ചു. അടുത്ത ഞാൻ വിളിച്ചോ തേങ്ങ പൊളിച്ചാൽ മതി. പണ്ടൊക്കെ ആണെങ്കിൽ ആ അഴിയകത്തി ആയിട്ട് ഇരുന്ന് പൊത്തി പൊളിച്ചു തേങ്ങ കൊള്ളിമ്പോ പിന്നെ അതിന്റെ ആവശ്യമില്ല. എന്താ അറിയോ, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ജ്യൂസാണ്. എന്നും ഇങ്ങനെ കാണും. അപ്പൊ എല്ലാവരും ഉണ്ടാക്കണം, എനിക്കും ഉണ്ടാക്കാം. വെറുതെ ടെസ്റ്റ് ചെയ്തോ, രസമില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കണ്ട അല്ലേ? അപ്പൊ പരീക്ഷിക്കാൻ പോണി ഞങ്ങളെ വെച്ചിട്ട് മോളോ ആ ജ്യൂസ് എങ്ങനെയാ പൈനാപ്പിൾ എടുത്തിക്കണേ. ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യണവരൊക്കെ മുഴുവൻ കണ്ടിട്ടുണ്ടാവോ? അതെ, എന്നാലൊന്ന് നോക്കാം. തേങ്ങ ചിരണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്നിച്ചാണ് ഇടാൻ പോകുന്നില്ലേ? പഞ്ചാര ഇതിലിടുന്നുണ്ടാ? പൈനാപ്പിൾ തേങ്ങ ഇട്ടുണ്ട്. അതിക്ക് പാകത്തിനുള്ള പഞ്ചസാര. അത് നമുക്ക് ഓരോരുത്തർക്കും എത്ര പഞ്ചസാര വേണം, മധുരം കുറവ് വേണ്ടവർക്ക് കുറവിട്ടാൽ മതി. അതെ. അപ്പൊ ഇതിക്കിപ്പോ ഞങ്ങൾക്ക് 4-5 പേർക്കുള്ളതാണ്. കുറച്ച് 2-3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പാകത്തിന് വെള്ളം, ഈ പാകത്തിന് വെള്ളം അടിക്കാത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. തേങ്ങയാണ് അപ്പൊ ഇതിന് സ്പെഷ്യൽ അല്ലേ? അപ്പൊ നല്ല തണുത്ത വെള്ളം ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതിൽ ഒഴിക്കണം, നന്നാവുക. കാരണം നമുക്ക് ബാങ്ക് കൊടുക്കാൻ അധികം സമയമൊന്നുമില്ല. 13ാമത്തെ നോമ്പല്ലെന്ന്. അപ്പൊ കുറച്ച് വെള്ളം ഒഴിക്കുക. കാരണം നന്നായിട്ട് അരഞ്ഞോട്ടെ എന്നുള്ള കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ബാക്കി പിന്നെ കൂട്ടാച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ കറങ്ങണം എന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിക്കരുത്. അരയുള്ളൂ. അപ്പൊ ഞാൻ അരച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറഞ്ഞു തരട്ടാ. അതെന്താ നമുക്ക് ഇൻഷാല്ലാ ഇപ്പൊ തിരക്കല്ലേ, നോമ്പായാലും. ഈ നോമ്പായ പൊതുവെ തിരക്കാടി. കഴിഞ്ഞ സോഹ. അതെ. അപ്പൊ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം കൂട്ടത്തില് കുറച്ച് വെള്ളം കൂട്ടൂല, ഉണ്ടാവില്ല. ടേസ്റ്റ് ഇല്ല ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിലിപ്പോ വേറെ ഒന്ന് തേങ്ങാപ്പാല് കൂടിയിരിക്കണ അത്രയല്ലേ ഉള്ളൂ. വേറൊക്കെ സെയിം തന്നെയല്ലേ. പിന്നിപ്പോ ഇതിന് സംഭവം എന്താ വെച്ചാല് യൂട്യൂബില് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വരുമ്പോ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ട വെച്ചിട്ട് തേങ്ങാണ്ട് കൂട്ടിണ്ടാവും, നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ പേര് ശരിക്കും എന്താ? പൈനാപ്പിളിനെ കുറിച്ച് പറയാൻ എന്ത് പേരാണ് ഇതിന്? അത്രേ ഉള്ളൂ. അല്ല, ഇതിന് പുതിയ പേരൊന്നും ഇൻസ്റ്റയിലൊന്നും ഇല്ല. അപ്പൊ ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ജ്യൂസ് നിങ്ങൾ കണ്ടില്ലേ, പുതിയ ഐറ്റം കണ്ടുപിടിച്ചതാണ്. ഇൻസ്റ്റയിലൊക്കെ വളരെ ട്രെൻഡാണേലോ. അപ്പൊ എന്തായാലും ഞങ്ങളെ വെച്ചാണ് പരീക്ഷിക്കുന്നത്. അപ്പൊ ഇൻഷാ അള്ളാ നോമ്പ് പറഞ്ഞതിന്റെ ശേഷം ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമോ, എന്തൊക്കെ അവസ്ഥ നോക്കുക. നമ്മള് വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരുമോ എന്ന്. കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല. കുട്ടിമാരുള്ള സാധ്യത കൊടുക്കണം കേട്ടാ. അപ്പോ ഈ ജ്യൂസ് കുടിച്ചിട്ട് എങ്ങനെയാണ് പ്രതികരണം ഞങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. പ്രശ്നമില്ല, അവസ്ഥ ബാത്റൂമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, കുഴപ്പമില്ല, നോക്കാം. പൊന്നോ മോൾട്ടിയ പൊന്നോനിവിടെ പറഞ്ഞാ. അപ്പൊ പുതിയ അഭിപ്രായം എന്താ വെച്ചാല് മോൾട്ടിനെയും പൊന്നൂനെയും വെച്ചിട്ട് ജ്യൂസ് ആദ്യം പരീക്ഷിക്കാന്നുള്ളതാണ്. ഓനെ ഇതെങ്ങനെ ഉണ്ട് നോക്കട്ടെ, അതിനനുസരിച്ച് നമ്മൾ കുടിക്കാച്ചിട്ടാണ്. ഇതൊക്കെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാ, ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കോ. എന്താ പറയാ, ഇതൊന്ന് ചെക്ക് ചെയ്യണം. അതിനാണ് മോൾട്ടി കുറച്ച് കുടിച്ചാ. സംഭവം എന്താ സ്ഥിതി ഒന്നും പറയാൻ പറ്റില്ല. ഈ നോമ്പ് പറഞ്ഞേക്ക് നമ്മളെ അവസ്ഥ ബാങ്ക് കൊടുക്കാൻ മധുരം കുഴപ്പമില്ല. ബാങ്ക് കൊടുക്കാൻ ഞാൻ കുറഞ്ഞ നേരം ഉള്ളൂ. അപ്പൊ കുടിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ട് സാധനം, സത്യം പറയും. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ഒരു കയ്യിൽ കൊടുത്തിട്ടൊന്നും മതിയാവും. പിന്നെ 4ാമത്തെ കയ്യിലെ കുടിച്ചിട്ട് മധുരം.
അപ്പോൾ മക്കളത് നമ്മൾ 13ാമത്തെ നോമ്പ് അൽഹംദുലില്ലാ നോമ്പ് തുറന്ന് ഇപ്പോൾ ജസ്റ്റ് ചെയ്ത എന്താണ് കട്ട്ലേറ്റ് സ്നാക്സ് ഫ്രൂട്ട്സ് എന്ന് പറയാൻ പത്തൊക്കെ ഉള്ളൂ. ഇത് ജസ്റ്റ് കഴിച്ച് ജ്യൂസ് കുടിച്ചിട്ട് മരുവ് നിസ്കരിച്ചിട്ട് വരാം. അപ്പം നമുക്ക് ഇറച്ചിയും പുളിയും കഴിക്കാം അല്ലേ? ഓക്കെ അപ്പൊ വരട്ടാ. അല്ല പൊന്നോ ഇവര് ചിലവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ഒന്നിച്ചാനാവാമല്ലോ എന്നല്ലേ. പക്ഷെ അതെന്ന് വെച്ചാൽ മാളൊന്നും കിടന്നാ പിന്നെ നീക്കൂല. പിന്നെ മോള് തസ്ബീഹും ഖുർആനും ഒക്കെ എടുത്ത എപ്പോഴൊന്നും വരൂല അല്ലേ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ വരാം ട്ടാ. സംഭവമല്ല ഈ പോളി ഇതൊക്കെ പള്ള നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും പറ്റൂല. പിന്നെ നമുക്ക് ഖുർആൻ അതാണ് നിസ്കരിച്ചാൽ ഒന്നിനും പറ്റൂല. കാരണം നല്ല നിസ്കരിച്ച് നിങ്ങൾ എടുക്കുമ്പോ നമുക്ക് സുഖമായിട്ട് ചായ അടിച്ച് സ്വസ്ഥതയിൽ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ വരട്ടോ. ബാക്കി ഇറച്ചിയും പുളിയും കഴിക്കാനൊക്കെ ഇപ്പൊ വരാം. പിന്നെ ജ്യൂസ് നോക്കിയാ ജ്യൂസ് ഇത് അടിപൊളിയാണ്. ഞാൻ കുടിച്ചത് അടിപൊളി ജ്യൂസാ, സൂപ്പറാണ്. സാധനം നിങ്ങളും ട്രൈ ചെയ്തോളും. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ജ്യൂസ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റിൽ നോമ്പറക്കണ നേരത്ത് അല്ലേ. മാഷാ അല്ലാ. അപ്പൊ ഞങ്ങള് ഇപ്പൊ വരാം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. അപ്പൊ നമുക്ക് ബാക്കി ഇറച്ചിയും പുളിയൊക്കെ കഴിക്കാം. ഓക്കെ ഡൺ. ഓ കഴിഞ്ഞു. കട്ട്ലേറ്റ് ഏകദേശം തീർന്നുണ്ട്. എങ്ങനെയുണ്ട് കട്ട്ലേറ്റ് മക്കളെ? അടിപൊളിയാണ്. മെല്ലെ പറഞ്ഞ പിന്നെ ഉറക്കത്തന്നെ പറഞ്ഞോ. പണ്ട് പഴയ കാലത്ത് പണ്ടത്തെ കാലത്ത് പഴഞ്ചൊല്ല് പറയാം, എന്തെങ്കിലും കാര്യം പറയുമ്പോ എന്തെങ്കിലും പറയുമ്പോ ഇടിച്ച് അറിഞ്ഞാ അവിടെ എങ്ങനെ ഇങ്ങനെയാണല്ലോ, എന്തിനാ പൊതുക്കെ പറയണേ? അത് നമ്മളെ ഇവിടെ ഇല്ലേട്ടാ, അവിടെ പാലക്കാടുണ്ട്. പതുക്കെ പറയണ്ട പടപ്പേ, ഉറക്കത്തിനെ പറയുന്നു. എന്നാ ഇത് ഉറക്ക പറയാൻ കഴിയും. അടിപൊളി. കുട്ടിമോനെ തലാട്ടുള്ളൂ, ചിരിക്കൂല സംസാരിക്കൂല ഒന്നുമില്ല. മോന് ചിരി ഏറി, മോനോട് ഇവിടെ ചിരി മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്തേലും സംസാരങ്ങളുടെ ഇടയിൽ ഇപ്പം ചിരിച്ചു കഴിഞ്ഞ കഥ. ഒന്നിങ്ങനെ ചോദിച്ചു അല്ലെങ്കിൽ ചിരിച്ചു. ഇങ്ങനെ എന്ത് ഇത്തിരി പറഞ്ഞാൽ ചോദിച്ചു അല്ലെങ്കിൽ ഇത്തിരി പറഞ്ഞാൽ ചിരിച്ച്. അപ്പൊ ഇനി ഇറച്ചിപ്പൊടി നിന്ന് കടനാ കഴിഞ്ഞിട്ട് വേറെ ഉണ്ടാക്കണ്ടേ? ഇന്ന് രാവിലെ അപ്പൊ ഏതായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഇറച്ചിയും പൂളിയും പെട്ടിറച്ചിയും പൂളിയും കഴിക്കണേ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെന്നാ ഈ റംസാന് പെട്ടിറച്ചിയും പൂളി? എന്നും പത്തിരിയും പൊറാട്ടയും ബിരിയാണിയൊക്കെ കഴിക്കുമ്പോ ഒരു ഡിഫറന്റ് ആയിക്കോട്ടെ അല്ലേ മോളോ? ആ ഇത് തോന ഇറച്ചി കളമ്പുമ്പോ ഇറച്ചിനോട് പറഞ്ഞാൽ തോന ചാടാൻ തോന ചാടിക്കോന്ന്. എന്താ ഇറച്ചി കുറവാന്നാ പറഞ്ഞേ? പ്ലേറ്റിന്റെ അടുത്തേക്ക് കൊടുക്കണം. അപ്പൊ ഞങ്ങൾ അപ്പൊ ഇതിക്കുള്ള സ്പെഷ്യലി ആയിട്ടുള്ള ഉള്ളിയൊക്കെ കട്ട ചോപ്പ് ചെയ്ത് ചെറുനാരങ്ങ മല്ലിയില ആവശ്യക്കാർ ഇട്ടാ മതി. കുട്ടിമാൻ കാണാം ആവശ്യമില്ല നാരങ്ങ ഒക്കെ പിഴിഞ്ഞ് കഴിച്ചിട്ടാ. ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓനക്ക് അറിയില്ല അത് വാണ്ടി കൊടുക്കണ്ടെന്ന് അവിടെ വെച്ചാളെ. സ്പൂൺ എടുക്ക. കുഞ്ഞിന് എന്താണ് എരിയുണ്ട്, ഞാൻ വെള്ളം കൊടുക്കട്ടെ. അപ്പൊ ഒരാളെ മോളുടെ ഭക്ഷണം അവിടുന്ന് കഴിച്ചെല്ലാം വന്നേ. അപ്പൊ അൽഹംദുലില്ലാ എല്ലാം അടിപൊളിയായിട്ട് കഴിച്ചു. ഇനി പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും നോമ്പ് ഫുള്ളാക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നിങ്ങൾക്ക് തെറ്റെ. നിങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളും കൂടി ഉൾപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇതാ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നാളെ ഒരു പുതിയ പുത്തൻ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹു പൂർണ്ണ ആയുസ്സും ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. എല്ലാവർക്കും ബൈ ബൈ.